ഹായ് ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പേര് ചോദിച്ച ഒരു സംശയത്തിനുള്ള ഉത്തരമാണ്. അതായത് നമ്മുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫുഡ് കഴിച്ച് ഐഡിയൽ വെയിറ്റ് എത്തി നിർത്തി കഴിഞ്ഞവർക്കും ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്കും കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെയുള്ള ഒരു സംശയമാണ്. ഒരുപാട് പേര് നമ്മുടെ പല വീഡിയോകൾക്കും താഴെയായിട്ട് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ആ ഡൗട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നത് നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും വണ്ണം വെക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ചിലർ പറയുന്നു വണ്ണം വെക്കുമെന്ന്, ചിലർ പറയുന്നു വെക്കില്ല എന്ന്. അങ്ങനെ പലവിധ രീതിയിലുള്ള സംശയങ്ങളാണ് അതിനെപ്പറ്റിയുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ സംശയം നമ്മുടെ കോച്ചിനോട് തന്നെ ചോദിക്കാം. അത് ശരിയാണോ? ഈ ഫുഡ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണം വെക്കുമോ? ഇനിയിപ്പോൾ ആരെങ്കിലും വണ്ണം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അതിനുള്ള കാരണം എന്താണ്? ഈ ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫുഡിൻ്റെ ഒരു ഡ്രോബാക്ക് ആണോ ഇത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കോച്ചിനോട് തന്നെ നേരിട്ട് ചോദിച്ച് ആ സംശയം നീക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിന്ന് വെൽനസ് സെൻറ്ററിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് നമുക്ക് കോച്ചിനോട് നേരിട്ട് തന്നെ ചോദിക്കാം. അതോടൊപ്പം ഒരു കാര്യം കൂടി, നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും പേഴ്സണലായിട്ട് എന്തെങ്കിലും അദ്ദേഹത്തോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയാവുന്നതാണ്. അദ്ദേഹം നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ ഫുഡിൻ്റെ വിലയെപ്പറ്റി പലരും ചോദിക്കുന്നുണ്ട്. അതും നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിക്ക് വേണ്ടി വെൽനസ് സെൻറ്ററിലേക്ക് പോകാം. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, ഞാൻ വെൽനസ് സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വെൽനസ് കോച്ച് ബിജുചേട്ടനുണ്ട് കൂടെ. അപ്പം നിങ്ങളുടെ സംശയങ്ങൾ ഇന്ന് നമുക്ക് ബിജുചേട്ടനോട് ചോദിക്കാം. അപ്പോൾ ബിജുചേട്ടാ, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ വ്യൂവേഴ്സിന് ഒത്തിരി പേർക്കുള്ളൊരു സംശയമാണ്, ഈ നമ്മുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫുഡ് കഴിക്കുന്നത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും വണ്ണം വെക്കുമോ എന്നുള്ളത്. അപ്പം നമ്മുടെ ആദ്യത്തെ വീഡിയോസ് തൊട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന സംശയമാണ്. അപ്പോൾ ചിലരൊക്കെ പറയുന്നു അതിന് വണ്ണം വെക്കുന്നുണ്ടെന്ന് പറയുന്നു. ചിലർ പറയുന്നു ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, കുറഞ്ഞ വണ്ണം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു, നോ പ്രോബ്ലം എന്ന് പറയുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു വെൽനസ് കോച്ച് എന്ന നിലയിൽ ബിജുചേട്ടന് എന്താണ് നമ്മുടെ വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? അപ്പം ഇതിൻ്റെ ചോദ്യം കറക്റ്റാണ്. ഒരുപാട് ആൾക്കാർ പറയുന്നൊരു കാര്യമാണിത്. നമ്മൾ ഹെർബലൈഫ് ന്യൂട്രീഷൻ നിർത്തി കഴിയുമ്പോൾ വെയിറ്റ് കൂടുന്നു, അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് പലരും പറയാറുണ്ട്. നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെറുതായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിക്കുന്നു, നമ്മളൊരു ഡയറ്റ് പ്ലാനിലാണ് പോണത്. ഒരു ഡയറ്റ് പ്ലാൻ തന്നെയല്ല, നമ്മുടെ ഒരു ജീവിതശൈലി കറക്റ്റാക്കിയാണ് പോണത്. ഇപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത്, രാവിലെ ഫുഡ് കഴിക്കുന്നത്, ഉച്ചയ്ക്കത്തെ ഭക്ഷണത്തിൻ്റെ സമയം, ഫുഡ് എത്ര കഴിക്കണം, അതുപോലെ തന്നെ രാത്രിയിൽ നമ്മൾ എന്ത് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഫോളോ അപ്പിലാണ് നമ്മൾ പോണത്. ആ പോകുന്നതിൽ നിന്നൊരു വ്യത്യാസം വരുമ്പോൾ, ഇപ്പോൾ രാവിലെ ഹെർബലൈഫ് ന്യൂട്രീഷൻ എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു രീതിയുണ്ട്, ഇന്നൊക്കെ കഴിക്കാവുള്ളൂ എന്ന് നമ്മുടെ മനസ്സിലൊരു നമ്മൾ തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് നമ്മൾ ഹെർബലൈഫ് ന്യൂട്രീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ കറക്റ്റ് കോച്ചിൻ്റെ ഒരു കോച്ചിങ്ങിനും അല്ലെ പറയുന്ന ഫോളോ അപ്പിലും നമ്മൾ കറക്റ്റായിട്ട് പോകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു മരുന്ന് കഴിക്കുമ്പം ഡോക്ടർ പറയുകയാണ് നമ്മൾ ഇന്ന ഭക്ഷണമേ കഴിക്കാവുള്ളൂ, ഇന്ന ഭക്ഷണം കഴിക്കരുത് എന്ന് പറയുമ്പം നമ്മൾ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണെങ്കിലും നമ്മളത് കഴിക്കത്തില്ല. മനസ്സിലായോ? അപ്പോൾ ആ ഒരു മാനസികമായിട്ടും നമ്മൾ ശാരീരികമായിട്ടും അതിന് തയ്യാറായിട്ടാണ് നമ്മളത് മുന്നോട്ട് പോവുക. കുറേ കഴിയുമ്പോൾ നമ്മളിത് ഹെർബലൈഫ് ന്യൂട്രീഷൻ നിർത്തി കഴിയുമ്പോൾ ഉള്ള പ്രോബ്ലം എന്ന് പറയുന്നത്, ഹെർബലൈഫ് ന്യൂട്രീഷൻ നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഷെയ്ക്കിന് പകരം രാവിലെ വേറെ എന്തെങ്കിലും ഫുഡ് എടുക്കാൻ തുടങ്ങും. അപ്പോൾ ചിലപ്പോൾ ഇഡ്ഡലി ആകാം, ദോശയാകാം, അതുപോലെയുള്ള എന്തെങ്കിലും ഭക്ഷണം നമ്മൾ എടുക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ട് ഒരുപാട് കഴിക്കരുത്, ഒരു ഫോളോ അപ്പിൽ തന്നെ മുന്നോട്ട് പോകണം, നമ്മൾ ഡയറ്റ് പ്ലാനിൽ തന്നെ മുന്നോട്ട് പോകണമെന്ന് നമുക്കൊരു ഉള്ളിലുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് നാൾ, ഒരു 5 ദിവസത്തേന്, ഒരു 10 ദിവസത്തേനൊക്കെ മുന്നോട്ട് പോകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൺട്രോൾ പോകാൻ തുടങ്ങും. രാവിലെ ചിലപ്പം ഒരു മുട്ട പുഴുങ്ങിയത് കഴിക്കാൻ തുടങ്ങും, പിന്നെ എന്തെങ്കിലും നോൺ വെജ് കഴിക്കാൻ തുടങ്ങും, ഇഡ്ഡലി മാറി അല്ലെങ്കിൽ ദോശ മാറി നമ്മൾ പൊറോട്ട കഴിക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ഫുഡ് പാറ്റേൺ മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസം. പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് നാൾ ഓർക്കും നമ്മളിത് കഴിക്കേണ്ട, നോൺ വെജ് അല്പമേ കഴിക്കാവുള്ളൂ. പിന്നെ ആ ടേസ്റ്റ് കൂടി വരുമ്പോൾ നമ്മുടെ രീതിയും മാറാൻ തുടങ്ങും, കൂടുതൽ കഴിക്കാൻ തുടങ്ങും. പിന്നെ കണ്ണി കാണുന്നതൊക്കെ കഴിക്കാൻ തുടങ്ങും. ഇന്നൊരു ദിവസത്തേനല്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും.
കുറച്ച് കഴിയുമ്പോൾ പിന്നെ നാളെ ആട്ടെ, നാളെ മുതൽ നമുക്ക് കറക്റ്റ് നോക്കാമെന്ന് വെക്കും. നാളെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാൻ മാറ്റി ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. ഈ ഫുഡ് ഹാബിറ്റ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകും. അതാണ് ഓട്ടോമാറ്റിക്കലി ഹെർബലൈഫ് ന്യൂട്രീഷൻ നിർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ വെയിറ്റ് കൂടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അല്ലാതെ ഹെർബലൈഫ് ന്യൂട്രീഷൻ കഴിച്ചത് കൊണ്ടല്ല വെയിറ്റ് കുറഞ്ഞതും, കഴിപ്പ് നിർത്തിയത് കൊണ്ടല്ല വെയിറ്റ് കൂടിയത്. അപ്പോൾ പലരും പറയുന്നത് ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫുഡ് കഴിച്ചതുകൊണ്ട് ഞാൻ വണ്ണം കുറഞ്ഞു, അത് നിർത്തിയത് കൊണ്ട് ഞാൻ വണ്ണം കൂടി. എല്ലാം ഹെർബലൈഫ് ന്യൂട്രീഷൻ ഫുഡിന്റെ ആ ഒരു ഇതാണ്. ശരിക്കും അതല്ല അല്ലേ? നമ്മളൊരു ഫുഡ് റീപ്ലേസ്മെന്റ് മീല് കഴിക്കുന്നു, അതോടൊപ്പം നമ്മുടെ ഡയറ്റ് കൺട്രോൾ ചെയ്യുന്നു, നമ്മുടെ കാലറി ഇൻടേക്ക് കുറയ്ക്കുന്നു, അതുകൊണ്ടാണ് വെയിറ്റ് കുറയുന്നത്. അപ്പം ആഫ്റ്റർ ദാറ്റ് നമ്മൾ നിർത്തി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ കാലറി ഇൻടേക്ക് കൂടുന്നത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി വെയിറ്റ് കൂടും. അതെ, ഇതിനകത്ത് കലോറി മാനേജ്മെന്റ് ആണ് നടക്കുന്നത്. കാരണം ശരിക്കും നമുക്ക് പറയാം, നമുക്ക് ഒരു ലേഡീസിന് എത്ര കലോറി വേണം, ഒരു ജെൻസിന് എത്ര കലോറി വേണം ഒരു ദിവസം വേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഒരു ബാലൻസ് ചെയ്തിട്ടാണ് നമ്മൾ ഫുഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഉദാഹരണം, ഒരു 1500 കലോറിയാണ് വേണ്ടതെങ്കിൽ ജെൻസിന് അത്രയാണ് വേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഫുഡ് രീതിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. കലോറി മാനേജ് ചെയ്തിട്ട് ഒരു ദിവസം എത്ര കലോറി നമുക്ക് വേണം, നമ്മൾ കഴിക്കുന്ന ഫുഡിൽ എത്ര കലോറി കയറുന്നുണ്ട്, അത് നോക്കിയിട്ടാണ് നമ്മൾ ഫുഡ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് വ്യത്യാസം വന്നാൽ, കലോറി കൂടി വന്നു കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പിന്നെയും ഫാറ്റ് സ്റ്റോറേജ് നടക്കും. ഫാറ്റ് സ്റ്റോറേജ് നടക്കുമ്പോഴാണ് നമുക്ക് പിന്നെയും ഫാറ്റ് കൂടും, വെയിറ്റ് കൂടും, അങ്ങനെ പ്രശ്നങ്ങൾ നടക്കുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഹെർബലൈഫ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സപ്പോർട്ട് സിസ്റ്റമാണ്. എന്നുവെച്ചാൽ നമുക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കാൻ ഒരു ബാലൻസ്ഡ് ന്യൂട്രീഷൻ, അല്ലെ ഒരു സെല്ലുലാർ ന്യൂട്രീഷനാണ് നമ്മുടെ ഹെർബലൈഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൽസിൻ്റെ ആ ആരോഗ്യമാണ് പ്രധാനം നമ്മുടെ ശരീരത്തിൽ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ഒരു ഫുഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഡയറ്റ് പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് ക്ഷീണം ഉണ്ടാകാതിരിക്കാനും നമ്മുടെ ബാലൻസ്ഡ് ആയിട്ടുള്ള ന്യൂട്രീഷൻ നമ്മുടെ ശരീരത്തിന് വേണം. എന്ത് ചെയ്താലും നമുക്കത് വേണം, ഡെയിലി കൊടുക്കേണ്ടത് ഡെയിലി കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ളൊരു വൈറ്റമിൻ ആൻഡ് മിനറൽസ് കലർന്നൊരു ഫുഡ്, ചേർന്നൊരു ഫുഡായിട്ടാണ് നമ്മൾ ഹെർബലൈഫ് ന്യൂട്രീഷൻ എടുക്കുന്നത്. അല്ലാതെ അത് കഴിച്ചു എന്ന് മാത്രം ഓർത്ത് നിങ്ങൾക്ക് വെയിറ്റ് കുറയത്തില്ല. കാരണം നമുക്ക് എല്ലാവരും വിചാരിക്കുന്നത് ഹെർബലൈഫ് ന്യൂട്രീഷൻ എടുത്താൽ വെയിറ്റ് കുറയും എന്നുള്ളതാണ്. അതല്ല. വെയിറ്റ് കുറയണമെങ്കിൽ നമ്മുടെ ഫുഡ് ഹാബിറ്റ്, നമ്മുടെ ഒരു ജീവിതശൈലിയും കൂടെ ഒന്ന് മാറി സെറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വെയിറ്റ് കുറയത്തുള്ളൂ. അതിനാണ് പ്രധാനമായിട്ടും പറയുന്നത് വെൽനസ് കോച്ചിൻ്റെ അടുത്ത് വരിക. ആ വെൽനസ് കോച്ചിൻ്റെ കോച്ചിങ്ങിലാണ് നിങ്ങളുടെ വെയിറ്റ് കുറയുക. അല്ലാതെ ഒന്ന് എടുത്ത് കഴിച്ചു നോക്കാൻ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. നിങ്ങളൊരു 3 നേരം ഷെയ്ക്ക് എടുത്താൽ പോലും നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള റിസൾട്ട് കിട്ടാത്തതിൻ്റെ പ്രധാന കാരണം ഇതാണ്. അപ്പോൾ വെൽനസ് കോച്ചിൻ്റെ അടുത്ത് വരുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ചോദിക്കാനായിട്ട് ഓർത്തത്. ഇപ്പോൾ നമ്മുടെ വീഡിയോസിന് താഴെ പലരും വന്ന് കമൻറ്റ്സ് ചെയ്യാറുണ്ട്, ഞാൻ ഇത്ര മാസം കൊണ്ട് ഇത്ര കിലോ കുറഞ്ഞു. അത് നല്ല വെയിറ്റ് ലോസ് ഉണ്ടായവരുണ്ട്, വെയിറ്റ് ലോസ് കുറച്ച് വന്നവരുണ്ട്. അപ്പോൾ ഈ ഒരുപാട് വെയിറ്റ് ലോസ് ഉണ്ടായിട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഈ ചക്കപ്പഴത്തെ ഈച്ച പൊതിയുന്ന പോലെയാണ്. ബാക്കി എല്ലാവരും ചിന്തിച്ച് നിങ്ങളുടെ ഡയറ്റ് എന്തായിരുന്നു, നിങ്ങൾ എന്താണ് ചെയ്തത്, എത്ര നാളുകൊണ്ട് കുറഞ്ഞു. അപ്പോൾ അവരുടെ ഡയറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പക്ഷേ ഈ ഒരാൾക്ക് എഫക്റ്റീവായ ഒരു ഡയറ്റ് പ്ലാൻ മറ്റുള്ളവർ പിന്തുടരുന്നത് ശരിയല്ലല്ലോ. അതല്ല, അത് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ശരീര രീതി അല്ലെ ശരീരത്തിൻ്റെ ഘടന വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഒരു 200 കിലോ ഉള്ള ഒരു 150 കിലോ ഉള്ള ഒരാളുടെ രീതിയും നമ്മൾ സാധാരണ ഒരു 20 കിലോ കുറയ്ക്കേണ്ട ആളുടെ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഒരു 30-40 കിലോ ഒക്കെ കുറയേണ്ട ആൾക്കാർക്ക് പെട്ടെന്ന് ചിലപ്പം വെയിറ്റ് കുറഞ്ഞെന്ന് വരാം. പക്ഷേ നമുക്ക് ഒരു 10 കിലോ മാത്രം കുറഞ്ഞാൽ മതി എന്നുള്ള നിലയ്ക്കുള്ള ആൾക്കാർക്ക് ആ രീതിയിലേ കുറവ് വരത്തുള്ളൂ. അപ്പം ഒരു 20 കിലോ കുറയ്ക്കേണ്ട ആൾക്ക് ഒരു 5 കിലോ കുറഞ്ഞു, 10 ദിവസം കൊണ്ട് ഒരു 5 കിലോ കുറഞ്ഞെന്ന് പറഞ്ഞ് 10 കിലോ കുറയേണ്ട ആൾ ആ രീതിയിൽ ചിന്തിക്കരുത്. ഓരോരുത്തരുടെയും ശരീര പ്രകൃതി, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പല രീതിയിൽ നമുക്ക് വെയിറ്റ് കൂടാം. ചിലപ്പം തൈറോയിഡിൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ മൂലമോ വല്ല മരുന്ന് കഴിച്ചതിൻ്റെ ഫലമായിട്ടോ ഒക്കെ നമുക്ക് വെയിറ്റ് കൂടാം. ശരിക്കും അങ്ങനെ വെയിറ്റ് കൂടുന്നവരും നന്നായിട്ട് ഭക്ഷണം മാത്രം കഴിച്ചിട്ട് വെയിറ്റ് കൂടിയവരും തമ്മിൽ രണ്ട് രീതിയിലാണ്. രണ്ടുപേരുടെയും ശരീരത്തിന് വ്യത്യാസമുണ്ട്. കാരണം ഒരുപാട് മെഡിസിൻ കയറിയിട്ട് വെയിറ്റ് കൂടിയവരുടെയും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വെയിറ്റ് കൂടിയവരുടെയും രണ്ട് രീതിയാണ്. അപ്പോൾ ആ റിസൾട്ടും 2 രീതിയിലേ വരത്തുള്ളൂ. നിങ്ങൾ ഒരാൾക്ക് 7 കിലോ കുറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് എനിക്കും 7 കിലോ കുറയും എന്നോർത്ത് നിങ്ങൾ ചാടി പുറപ്പെടരുത്. കാരണം പലരും പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നൊരു കാര്യമാണിത്. കാരണം ചിലർ ചോദിക്കാറുണ്ട്, അയ്യോ അവിടെ ഞാൻ അതിനകത്ത് കണ്ടായിരുന്നു ഒരു 7 കിലോ അവിടെ കുറഞ്ഞു
കുറഞ്ഞെന്ന് പറഞ്ഞു, പക്ഷേ എനിക്ക് കുറഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഓരോരുത്തരുടെയും ശരീരം ഓരോ രീതിയിലാണ്. നമ്മളതുകൊണ്ട് ഡിസ്ക്ലൈമർ നമ്മൾ കാണിക്കുന്നുണ്ട്. നിങ്ങളത് നോക്കിയിട്ട് റിസൾട്ട് എടുക്കാറുള്ളത്. നമുക്ക് ഒരു ബിഫോർ ആഫ്റ്റർ പിക്ചർ നമ്മൾ കാണിക്കുമ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, ഓരോരുത്തരുടെ ശരീരം ഓരോ രീതിയിലാണ്, അതനുസരിച്ചിട്ടായിരിക്കും റിസൾട്ട്. എന്ന് വെച്ചിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയില്ല അതുകൊണ്ട് മറ്റൊരാൾക്ക് കിട്ടത്തില്ല എന്നല്ല. ഓരോരുത്തർക്കും കിട്ടുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും. എല്ലാവർക്കും റിസൾട്ട് കിട്ടും, പക്ഷേ അവരവർ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള പ്ലാനാണ് കൊടുക്കുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുതൽ കുറയ്ക്കേണ്ട ആൾക്ക് അതനുസരിച്ചിട്ടുള്ള പ്ലാന്, വെയിറ്റ് അല്പം കുറഞ്ഞിരിക്കുന്ന ആൾക്ക് അതനുസരിച്ചിട്ടുള്ള പ്ലാനാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അതനുസരിച്ചിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓവർ ഫ്ലൂയിഡൊക്കെ ഉള്ളവർക്ക് ഒരുപാട് പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ അതുപോലെ അതനുസരിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുക. പിന്നെ നമുക്ക് ഇതൊന്നും ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്. നമുക്ക് പല രീതിയിലാണ് വെയിറ്റ് കൂടുക. ടെൻഷൻ അടിച്ചാൽ വെയിറ്റ് കൂടും, നമ്മൾ ഭക്ഷണം നന്നായിട്ട് കഴിച്ചാൽ വെയിറ്റ് കൂടും, പകൽ കിടന്നുറങ്ങിയാൽ വെയിറ്റ് കൂടും. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് വെയിറ്റ് കൂടുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമല്ല എന്നുള്ള കാര്യം ഓർക്കുക. അപ്പം ഇപ്പം ബിജുചേട്ടൻ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. പലരും പറയുന്നുണ്ട്, അയ്യോ അവർ ഒരു മാസം കൊണ്ട് 7 കിലോ കുറഞ്ഞു, ഞാൻ എന്താണ് കുറയാതെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അത് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് മീൽ ഹെർബാലൈഫ് ന്യൂട്രീഷൻ്റെ പ്രോബ്ലം അല്ല, അത് നമ്മുടെ തന്നെ പ്രോബ്ലമാണ്. നമ്മുടെ ഒന്നെങ്കിൽ നമ്മൾ ചെയ്യുന്ന രീതികൾ വ്യത്യസ്തം, അല്ലെങ്കിൽ നമ്മുടെ ശരീരപ്രകൃതിയുടെ വ്യത്യാസം, ഹോർമോൺ ഇംബാലൻസ്, അങ്ങനെയുള്ള ഘടകങ്ങളെ ആശ്രയിച്ചാണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം വരുന്നത്. അപ്പം ആരും ഇച്ചിരി താമസം എടുത്ത് അല്പം കഷ്ടപ്പെട്ട് മാത്രമേ വെയിറ്റ് കുറയ്ക്കാൻ പറ്റൂ. അല്ലാതെ ഇതൊരു സൂത്രപരിപാടിയോ ഒരു ഷോർട്ട് കട്ടോ അങ്ങനെയൊന്നുമല്ല. പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിറ്റ് കുറയാനുള്ള ഒരു ഷോർട്ട് കട്ടാണ്, വഴിയാണ്. അപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. അപ്പം നമുക്ക് കോച്ച് പറഞ്ഞതിൽ നിന്ന് തന്നെ അതിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇതിനു മുമ്പ് പലപ്പോഴും ഈ കാര്യം തന്നെ പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പുതിയ പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയാണ് പറയുന്നത്. കാരണം ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോഴേ ആൾക്കാരുടെ ഒരു പ്രതികരണം ഇങ്ങനെയാണ്, ഇത് നിർത്തി കഴിഞ്ഞാൽ വണ്ണം വെക്കുന്നു. അപ്പം നിർത്തിക്കഴിഞ്ഞ് കോച്ച് പറഞ്ഞു തന്ന രീതിയിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ ഈ ഡയറ്റല്ല, ഏത് ഡയറ്റ് ചെയ്ത് കഴിഞ്ഞാലും നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും പഴയ ഹാബിറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ണം വെക്കും എന്നുള്ള കാര്യം ഷുവറാണ്. വേറൊരു കാര്യം വെച്ചാൽ വണ്ണം വെക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അത് നമ്മുടെ എന്താണ് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എന്ത് കഴിച്ചാൽ, ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും ഇതിനകത്ത് ചിന്തിച്ചുകൊണ്ടായിരിക്കുന്നത്. നമ്മളത് ഇന്ന സമയത്ത് കഴിച്ചു. ഇപ്പം എൻ്റെ ഒരു കസ്റ്റമർ വിളിച്ചു, അപ്പോൾ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചു. അപ്പോൾ എന്നെ ചെയ്യുന്നത് ഭയങ്കര ടെൻഷനായി, കൂടുതലായിട്ട് ഫുഡ് കഴിച്ചു, ഭയങ്കരമായിട്ടൊരു ക്ഷീണമൊക്കെ വന്നു. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുക, അപ്പോൾ വൈകുന്നേരത്തെ ഫുഡ് നമ്മൾ ഒഴിവാക്കുക. നമ്മൾ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാനസികം തന്നെയാണ്. നമ്മുടെ ചിന്തയുടെ പ്രശ്നങ്ങളാണ്, അല്ലാതെ വേറെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സ് ഫ്രീ ആക്കുക. ഇതിനകത്ത് ഫുഡ് എടുക്കുന്നത് നമ്മൾ എന്താണ് കഴിക്കുന്നത് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകുക. മനസ്സിലായോ? അപ്പം നമുക്ക് ഇന്നത് കഴിച്ചു, ഇനി നമുക്ക് ഫുഡ് ആവശ്യമുണ്ടോ, കലോറി കറക്റ്റായിട്ട് എത്തിയോ, നമ്മളിനി വൈകുന്നേരം കഴിക്കേണ്ടതുണ്ടോ. നമ്മൾ വിശപ്പിന് വേണ്ടി മാത്രം ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ശരീരത്തിനുള്ളത് മാത്രം കഴിക്കുക, ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം കൊടുക്കുക. അല്ലാത്ത രീതിയിൽ നമ്മൾ അമിതമായിട്ട് കൊടുത്താൽ, ഇപ്പം നമ്മൾ ഓരോ പ്രാവശ്യം പറയുന്ന കാര്യമുണ്ട്, നമ്മൾ ഒരു നേരം കഴിക്കുന്ന ആഹാരം ദഹിച്ചതിന് ശേഷമേ അടുത്ത ആഹാരം കൊടുക്കാവുള്ളൂ, അടുത്ത സമയത്ത്. പക്ഷേ നമ്മൾ അങ്ങനെ അല്ല കഴിക്കുന്നത്. നമ്മൾ ഓരോ നേരവും സമയം നോക്കിയിട്ടാണ്. ഈ 12 മണിയായി, ഇപ്പോൾ ചിലരെ സംബന്ധിച്ച് കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കണം എന്നുള്ള നിലയ്ക്ക് 12 മണിയായി ചോറിനാ സമയമായി എന്ന് പറയും, അല്ലെങ്കിൽ 1 മണിയായി ചോറിനാ സമയമായി, വൈകുന്നേരം 4 മണിക്ക് നമ്മൾ കഴിക്കേണ്ടത് കഴിക്കും. അങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ വെച്ചിരിക്കുകയാണ്, അത് ഇന്ന സമയത്ത് കഴിക്കുക എന്നുള്ളത്. പക്ഷെ നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തിന് കിട്ടേണ്ടത് കിട്ടിയോ, ഇല്ല നമുക്ക് വിശക്കുന്നുണ്ടോ. നമ്മൾ വിശപ്പുണ്ടെങ്കിൽ മാത്രം ശരീരത്തിന് വേണ്ട അളവിൽ മാത്രം കൊടുക്കുക, അതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിന് മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കുക. ഹെർബാലൈഫ് ന്യൂട്രീഷൻ ഫുഡ് നിർത്തി കഴിഞ്ഞാൽ വണ്ണം വെക്കുന്നതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസിന് വേണ്ടി ഈ റീപ്ലേസ്മെൻറ്റ് മീൽ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും കോച്ചിന്ന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുവാണ്. അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ട്, ഇനി നേരിട്ട് കോച്ചിനെ നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോയിലുണ്ട്, നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ പലരും എൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. എൻ്റെ നമ്പർ തന്നുകൊണ്ട് ഒരു കാര്യമില്ല. നിങ്ങളിങ്ങനെ ഓരോ സംശയങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കൃത്യമായിട്ട് അതിന് മറുപടി തരാൻ അറിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ഞാൻ കോച്ചിൻ്റെ നമ്പർ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അദ്ദേഹത്തെ വിളിക്കാം. അതുപോലെ തന്നെ ഫുഡിൻ്റെ വില ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കോച്ചിനെ നേരിട്ട് വിളിച്ച് തന്നെ ക്ലിയർ ചെയ്യാവുന്നതാണ്, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റൊരു സംശയവുമായിട്ട് കാണാം. അപ്പം നമ്മുടെ സംശയങ്ങളൊക്കെ തീർത്ത് തന്ന ബിജുചേട്ടന് ഒരുപാട് നന്ദി.
അപ്പം തുടർന്ന് എല്ലാവരും വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ കാണാം.